പക്ഷെ ഏതെങ്കിലും കാരണവശാൽ അമരത്തിൽ അഭിനയിക്കാൻ പറ്റാതെ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ചേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അതിലെനിക്ക് അപ്രതീക്ഷിതമായിട്ട് വന്ന ലോട്ടറിയാണ് ആ പടം. ആ, അത് മറ്റൊരാളെ തീരുമാനിച്ചായിരുന്നു ആദ്യം. അങ്ങനെ പല പടങ്ങളുണ്ട്. അത് മറ്റൊരാളെ തീരുമാനിച്ചായിരുന്നു. ആയിരുന്നു. എന്റെ അയാൾ കരയുണ്ടാവും ഇപ്പോ. ഇല്ലില്ല, അയാളെ വെട്ടിട്ട് ഞാൻ വന്നൊന്നുമല്ല. പിന്നെ എന്താ പറ്റിയതിന്? അത് അതിന്റെ ഡയറക്ടറും അങ്ങനെ ചെയ്തതല്ല. അയാൾക്ക് അസന്ത് സുഖമില്ലാതെ വന്നു. സുഖമില്ലാതെ വന്നതാണ് പ്രധാനം. പക്ഷേ എങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല അല്ല അങ്ങനെയൊക്കെ പിന്നീട് തോന്നി ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല. പക്ഷെ സംഭവിച്ചത് മറ്റൊരു ഭാഷയുള്ള നടനായിരുന്നു. ഇപ്പം പേര് പറയുന്നില്ല. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞ് വേറൊരു ഭാഷയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ലാംഗ്വേജും ഈ കടപ്പുറം സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പം പുള്ളിക്ക് വശമില്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരു കാരണമുണ്ടായി. അപ്പോൾ ഇത് ഈ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ അവർ പറഞ്ഞങ്ങനെയാണ്. ഇതിൻ്റെ ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും പ്രൊഡ്യൂസറും പറഞ്ഞങ്ങനെയാണ്. അങ്ങനെയാണ് അയാൾക്ക് ആ സമയത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്നാണ്. ബാധിച്ചു കഴിയുമ്പോൾ അപ്പോഴും പക്ഷേ ഇതിൻ്റെ ഡയറക്ടർക്കാരും താല്പര്യം ഭരതേട്ടനായിരുന്നു ആ ആളിനെ ചെയ്യിപ്പിക്കണമെന്ന് താല്പര്യം. അപ്പോൾ അങ്ങനെ പക്ഷേ അപ്പോഴും എൻ്റെ പ്രൊഡ്യൂസറും അസോസിയേറ്റ് ഡയറക്ടറും പറഞ്ഞു, ചേട്ടാ അത് നമ്മുടെ ഇവിടെയുള്ള ഒരു അറിയാവുന്ന ഒരു ആക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഈ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഉർവശി ശാപ ഉപകാരമായത്. അപ്പോഴത്തെ അങ്ങനെ അന്ന് മൊബൈലൊന്നുമില്ല, ടെലിഗ്രാമാണ്. ഇത് പനിയാണെന്നോ ജോണ്ടിസ് പറഞ്ഞിട്ടാണ്. ഇവർക്കിതൊരു സത്യത്തിൽ അതൊരു കാരണമായി ഉപകാരമായിട്ട് പോയി. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ആരെ നമുക്ക് വിളിക്കാൻ പറ്റിയവരാണെന്ന വഴം അവരാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അസോസിയേറ്റ് ജോർജ് കിത്തുവും പിന്നെ ജോർജ് കിത്തു ഡയറക്ടറാണ്. കിത്തുവും പിന്നെ പ്രൊഡ്യൂസർ ബാബു തിരുവല്ലയോടാണ് എൻ്റെ പേര് പറയും.